ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ്, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9744335592. അത്തം പിറന്നു, ഇനി പൂക്കാലം. സജീവമായി പൂവിപണി. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇനി പൂവിന് വില കൂടും. അത്തം പിറന്നതോടെ ഓണമെത്തി. ഇനി 10-ന് തിരുവോണം വരെയും പൂവിപണി സജീവമാകും. ജമന്തിയും വാടാർമല്ലിയും അടക്കമുള്ള പൂക്കൾ വിപണിയിൽ സുലഭമായി എത്തിക്കൊണ്ടിരിക്കുന്നു. തിരുവോണം അടുക്കുമ്പോഴേക്കും പൂവിന്റെ ആവശ്യകത കൂടുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. കൂടാതെ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത്തവണ വില അല്പം കൂടുതലുമാണ്. പണ്ട് നാടൻ പൂക്കളായിരുന്നു പൂക്കളങ്ങൾ നിറച്ചിരുന്നതെങ്കിൽ ഇന്ന് നാടൻ പൂക്കൾ ഗ്രാമാന്തരീക്ഷത്തിൽ വിരളമായതോടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കുടുംബശ്രീ യൂണിറ്റുകൾ കൃഷി ചെയ്തുമാണ് ഇത്തവണ പൂവിപണി സജീവമായിട്ടുള്ളത്. ഓറഞ്ച് ചെണ്ടുമല്ലി കിലോയ്ക്ക് 100 മുതൽ 150 രൂപ വരെയും, വാടാർമല്ലിക്ക് 300 രൂപ മുതൽ 400 രൂപ വരെയും, വെള്ള ജമന്തിക്ക് കിലോയ്ക്ക് 500-നും മുകളിലുമാണ് ഇത്തവണ വിപണിയിൽ ലഭിക്കുക. 50 രൂപ മുതൽ 100 രൂപയുടെ കിറ്റുകളായിട്ടും പൂക്കൾ ലഭിക്കുമെന്ന് സരസ്വതി ഫ്ലവേഴ്സ് ഉടമ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഇപ്രാവശ്യം ഓണവിപണി നല്ല തന്നെ മാറ്റങ്ങളാണ് വരാൻ ഉദ്ദേശിക്കുന്നത്. പൂവിനൊക്കെ നല്ല വിലയുണ്ട്. ചെണ്ടമല്ലി 1 കിലോന് ഒരു 100-150 രൂപ റേഞ്ച് വരുന്നുണ്ട്. പിന്നെ വാടാർമല്ലിയാണ് ഇപ്പോഴത്തെ താരം. വാടാർമല്ലി 1 കിലോന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ 300 രൂപ വില വരുന്നുണ്ട്. പിന്നെ വെള്ള ജമന്തി 500, മറ്റേ ചില്ലി റോസ് 500, അരളിപ്പൂവ്, ഇതൊക്കെയാണ് മെയിനായിട്ട് പൂക്കളിടാനായിട്ട് ഉപയോഗിക്കുന്ന പൂക്കൾ. പിന്നെ ഇതൊക്കെ വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് അറിയാലോ. ഗുണ്ടൽപേട്ട്, മറ്റേ ഒസൂര്, മൈസൂര്, ബാംഗ്ലൂര്, തോവാള, ഇവിടെ നിന്നൊക്കെയാണ് കൂടുതലായിട്ട് പൂക്കൾ വരുന്നത്. സത്യമംഗലം ചെണ്ടമല്ലിയുടെ മെയിൻ സ്ഥലമാണ്. ഇപ്പോൾ കിറ്റ് നമ്മൾ 50 രൂപ, 100 രൂപ, 150 രൂപ, അങ്ങനെ 200 രൂപ എത്രയ്ക്കാണ് വേണ്ട വെച്ചാൽ കൊടുക്കും. തൂക്കം വേറെ കൊടുക്കും. പ്രാവശ്യം കഴിഞ്ഞ കൊല്ലത്തിനേറ്റവും ലേശം വില കൂടുതലായിട്ടാണ് വരുന്നത്. കാരണം വിനായക ചതുർത്ഥി എന്ന് പറഞ്ഞ പരിപാടി അതിൻ്റെ ഇടയിൽ കയറി വന്നു. അതാണ് ഉണ്ടായത്. അതുകൊണ്ട് ലേശം ഈ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് വിലയുണ്ട്. ഇനി കുറയുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. പ്രാവശ്യത്തെ ഓണം നന്നാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. എങ്ങനെയാവുമെന്ന് നമുക്ക് നോക്കാം. വരും സമയങ്ങളിൽ നമുക്ക് എങ്ങനെയാ പൂവിൻ്റെ വില നോക്കാം. ഇപ്പോൾ പൂവിനൊന്നും ദൗർബല്യമില്ല. ലേശം വില കഴിഞ്ഞ കൊല്ലത്തിനേറ്റവും കുറച്ച് കൂടുതലുണ്ടെന്ന് മാത്രം. You are watching VCV News.